10ാം ക്ലാസ്സിലെ മാത്സിലെ ഒന്നാമത്തെ ചാപ്റ്ററാണ് അരിത്തമാറ്റിക് സീക്വൻസ്. സോ അരിത്തമാറ്റിക് സീക്വൻസ് എന്ന പാഠം നമുക്കിന്ന് പഠിക്കാം. സോ നമ്മൾ ഈ പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ രണ്ട് ടേംസ് യൂസ് ചെയ്യുന്നുണ്ട് അല്ലേ, അരിത്തമാറ്റിക് ആൻഡ് സീക്വൻസ്. ഫസ്റ്റ് നമുക്ക് സീക്വൻസ് എന്താണെന്ന് പഠിക്കാം. താഴെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ 1 2 3 എന്ന് എഴുതിയിട്ടുണ്ട് അല്ലേ. അപ്പോൾ 1 2 3 4 അതായത് കുറച്ച് നമ്പേഴ്സിനെ നമ്മൾ എന്ത് ചെയ്തു, അറേഞ്ച് ചെയ്ത് എഴുതി. ഇങ്ങനെ നമ്പേഴ്സിനെ അറേഞ്ച് ചെയ്ത് എഴുതുന്നതിനെ നമ്മൾ എന്ത് പറയുക, സീക്വൻസ് എന്ന് പറയാം. സോ ഈ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ ഇവർ തമ്മിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവണം. നമ്മൾ ഇതിനെ എന്തായിട്ട് വിളിച്ചു, നാച്ചുറൽ നമ്പേഴ്സ് എന്ന് വിളിച്ചു. സോ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഒരു സീക്വൻസ് ആണിത്. നെക്സ്റ്റ് ഒരു ഓഡ് നമ്പറിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ 2 4 6 8 10. ഓക്കെ, ഇനി ഓഡ് നമ്പേഴ്സിൻ്റെ സീക്വൻസ്, ഈവൻ നമ്പേഴ്സിൻ്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ 2 4 6 8 10. ഓഡ് നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞാൽ നമുക്ക് എന്ത് എഴുതാം, 1 3 5. ഇവർ തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ഒന്നാമത്തത് നാച്ചുറൽ നമ്പേഴ്സ് ആണ്, രണ്ടാമത്തത് എന്താണ്, ഈവൻ നമ്പേഴ്സ് ആണ്, മൂന്നാമത്തത് ഓഡ് നമ്പേഴ്സ് ആണ്. ഇനി ഹാഫ് ഓഫ് ദി നമ്പേഴ്സിന്റെ സീക്വൻസ് എഴുതാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്മൾ ആദ്യം ഹാഫ് എഴുതും. ഹാഫിൻ്റെ കൂടെ ഒരു ഹാഫും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 1 കിട്ടും. 1ന്റെ കൂടെ ഒരു ഹാഫും കൂടി കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും, 1 1/2 കിട്ടും. ഓക്കെ, അപ്പം ഹാഫ്സിന്റെ സീക്വൻസ് നമുക്ക് ഇങ്ങനെ എഴുതാം. ഒരു സീക്വൻസ് എഴുതുമ്പോൾ സിംപിളി നമ്മൾ കുറേ നമ്പേഴ്സ് ഇങ്ങനെ കൂട്ടി എഴുതലല്ല, ആ നമ്പേഴ്സിൻ്റെ ഇടയിൽ എന്തെങ്കിലും ഒരു കണക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതിനെ നമ്മൾ സീക്വൻസ് എന്ന് വിളിക്കാം. ഓക്കെ, ഇനി ഇവിടെ സ്ക്വയർ ഓഫ് എ നമ്പർ എന്ന് പറയുന്നുണ്ട്. നമ്മൾ 1ന്റെ സ്ക്വയർ എടുത്താൽ എന്ത് കിട്ടും, 1 കിട്ടും. 2ന്റെ സ്ക്വയർ എടുത്താൽ 4 കിട്ടും. 3ന്റെ സ്ക്വയർ എടുത്താൽ നമുക്ക് എന്ത് കിട്ടും, 9. സോ ഈ 1 4 9 എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ചില നമ്പേഴ്സിന്റെ സ്ക്വയർ ആണ്. നമ്മൾ അതിനെ അറേഞ്ച് ചെയ്ത് എഴുതുമ്പോൾ 1 4 9 അതൊരു സീക്വൻസ് ആയി മാറി. സോ എ കളക്ഷൻ ഓഫ് നമ്പേഴ്സ് വിച്ച് ആർ ഓർഡേർഡ് ആസ് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആൻഡ് സോ ഓൺ ലൈക്ക് ദാറ്റ് അക്കോർഡിംഗ് ടു സം റൂൾ. ഇവിടെ നമ്മൾ എന്താ, ഒന്നാമത്തെ റൂൾ എന്താ പറഞ്ഞത്, ദേ ഷുഡ് ബി നാച്ചുറൽ നമ്പർ. രണ്ടാമത്തെ റൂള് പറഞ്ഞിട്ടുള്ളത് ദേ ഷുഡ് ബി ഈവൻ നമ്പേഴ്സ്. മൂന്നാമത്തെ റൂൾ എന്തായിരിക്കണം, ഓഡ് നമ്പേഴ്സ് ആയിരിക്കണം. അങ്ങനെ ചില റൂൾസിന്റെ ബേസിലായിരിക്കണം നമ്പേഴ്സ് എഴുതേണ്ടത്. അങ്ങനെയുള്ള നമ്പേഴ്സ് നമ്മൾ എന്ത് വിളിക്കും, സീക്വൻസ് എന്ന് വിളിക്കും. ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്, ഫ്രം ദി സീക്വൻസ്. സോ നമുക്ക് അതിന് മുമ്പ് വേറൊരു പ്രോബ്ലം കൂടി സോൾവ് ചെയ്യാം. സോറി, ഓക്കെ, ടെക്സ്റ്റ് ബുക്കിൽ ഇതേ ഒരു പ്രോബ്ലം നമ്മൾ കാണുന്നുണ്ട്. ഇവിടെ നമുക്ക് കുറച്ച് റൈറ്റ് ആംഗിൾ കാണാൻ പറ്റുന്നുണ്ട് അല്ലേ ഇവിടെയൊക്കെ. ഇപ്പോൾ ഇതൊരു റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ ആണ്. ഇഫ് വി ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഇഫ് വി write down the length of the hypotenuse of the largest triangle in each picture in meters, the sequence will be. അതായത് ഓരോ പിക്ചറിലെയും ലാർജസ്റ്റ് ട്രയാങ്കിളിൻ്റെ ഹൈപ്പോട്ടന്യൂസിൻ്റെ ലെങ്ത് എഴുതുകയാണെങ്കിൽ അതിൻ്റെ സീക്വൻസ് നമ്മൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞത്. സോ നമ്മളൊരു റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ കിട്ടിയാൽ അതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് എങ്ങനെ ഐഡൻറ്റിഫൈ ചെയ്യുക, ഏറ്റവും ലോങ്ങസ്റ്റ് സൈഡ് ആയിരിക്കും ഹൈപ്പോട്ടന്യൂസ് ആയിട്ട് വരാം. സോ ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കുമ്പോൾ അതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് നമുക്ക് ഏത് കിട്ടി, ഈ സൈഡ് കിട്ടി. സോ നമ്മൾ ഇതാണ് കണ്ടുപിടിക്കേണ്ടത്. അടുത്തതിൻ്റെ ലോങ്ങസ്റ്റ് സൈഡ് നമുക്ക് ഇതാണ്. സോ ഇത് കണ്ടുപിടിക്കണം. നെക്സ്റ്റ് വൺസ് ലോങ്ങസ്റ്റ് സൈഡ് ഏതാണ്, ഇതാണ്. ഫോർത്ത് വൺസിൽ ലോങ്ങസ്റ്റ് സൈഡ് ഇതാണ്. സോ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കണം നമ്മൾ. ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ലെഗ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. അതായത് ബാക്കിയുള്ള സൈഡ്സ് എല്ലാം കൂട്ടിയാൽ എന്ത് കിട്ടും, ഹൈപ്പോട്ടന്യൂസ് കിട്ടും. സോ ഹൈപ്പോട്ടന്യൂസ് ഈസ് ഈക്വൽ ടു റൂട്ട് ലെഗ് സ്ക്വയർ പ്ലസ് ബേസ് സ്ക്വയർ. സോ നമ്മൾ ഒന്നാമത്തതിൻ്റെ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിക്കുമ്പോൾ ഈസ് ഈക്വൽ ടു റൂട്ട്, ഇവിടെ വരുന്ന ഒരു സൈഡ് എത്രയാ, 1 സ്ക്വയർ, അടുത്ത സൈഡ് എന്താണ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ. സോ റൂട്ട് 1 പ്ലസ് 1 എന്താ വരാ, 2. 1 സ്ക്വയർ എന്ന് വെച്ചാൽ എന്ത് തന്നെയാണ്, 1 ആണ്. സോ 1 പ്ലസ് 1 2 കിട്ടും. സോ ഈ സൈഡ് നമുക്ക് എന്ത് കിട്ടി, 2. സിമിലർലി നമുക്ക് ബാക്കിയുള്ള സൈഡ്സ് കണ്ടുപിടിക്കാം. ഇവിടെ 1 മീറ്റർ 1 മീറ്റർ 1 മീറ്റർ. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ, ദാറ്റ് ഈസ് ഈക്വൽ ടു റൂട്ട് 1 പ്ലസ് 1 പ്ലസ് 1 റൂട്ട് 3. ഇത് എത്ര കിട്ടും, റൂട്ട് 3. ഇവിടെ എത്ര സൈഡ് ഉണ്ട്, 1 2 3 4. 1 2 3 4 എന്ന് പറയുമ്പോൾ എന്ത് വരും, 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1 പ്ലസ് 1. സോ റൂട്ട് 4. റൂട്ട് 4നെ നമുക്ക് എന്തായിട്ട് മാറ്റി എഴുതാം, 2 ആയിട്ട് എഴുതാം, 2. നെക്സ്റ്റ് 1 2 3 4 5 ഇതെന്ത് വരും, റൂട്ട് 5 വരും. ഓക്കെ, നിങ്ങൾ മേലെ ചെയ്ത അതേ സ്റ്റെപ്പ് ഫോളോ ചെയ്താൽ മതി. 1നെ 5 ടൈംസ് കൂട്ടിയാൽ 5 കിട്ടും, റൂട്ട് 5. ഓക്കെ, അപ്പം നമുക്ക് ഇവിടെ നമ്മൾ ഹൈപ്പോട്ടന്യൂസ് കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് കിട്ടിയ സീക്വൻസ് എന്താണ്, റൂട്ട് 3 റൂട്ട് 2 റൂട്ട് 3 2 റൂട്ട് 5. സോ ഇതെങ്ങനെ നമ്മൾ സീക്വൻസ് ആണ് ഐഡന്റിഫൈ ചെയ്തത്, ബിക്കോസ് ഇറ്റ് ഈസ് ദി സൈഡ് ഓഫ് എ ഹൈപ്പോട്ടന്യൂസ്, സോറി സൈഡ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അല്ലെങ്കിൽ ഹൈപ്പോട്ടന്യൂസ് ഓഫ് എ റൈറ്റ് ആംഗിൾ ട്രയാങ്കിൾ, അതിൻ്റെ സീക്വൻസ് ആണ് ഇത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയാലോ.
ഓക്കെ, ഇവിടെ നമുക്ക് റൈറ്റ് ദ നമ്പർ ഓഫ് ഡോട്ട്സ് ഇൻ ഈച്ച് ട്രയാങ്കിൾ. ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം, ഇവിടെ ഒരു ട്രയാങ്കിൾ കാണാം, ഇവിടെ വേറൊരു ട്രയാങ്കിൾ കാണാം. അതിൽ ഡോട്ട്സിന്റെ നമ്പർ, ഇവിടെ ഡോട്ട്സിന്റെ നമ്പർ എത്ര കിട്ടും? 3. ഇവിടെ നമുക്ക് കിട്ടുന്നത് 6, ഇവിടെ നമുക്ക് കിട്ടുന്നത് 10. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ഡോട്ട് ഇൻ നീഡഡ് ടു മേക്ക് ദ നെക്സ്റ്റ് ട്രയാങ്കിൾ. അതായത് ഇപ്പോൾ നമ്മൾ വേറൊരു ട്രയാങ്കിൾ ഇനി ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എത്ര ഡോട്ട് വെച്ചിട്ട് ആ ട്രയാങ്കിൾ ഉണ്ടാക്കണം. സോ നമ്മൾ അത് കണ്ടുപിടിക്കണമെങ്കിൽ നമ്മളിപ്പോൾ നാച്ചുറൽ നമ്പേഴ്സ് എഴുതാൻ പറഞ്ഞാൽ നമുക്കറിയാം 1 2 3 അവർ തമ്മിലെ കണക്ഷൻ അറിയാം. സോ ഈ ഡോട്ട്സിന്റെ ഇടയിലെ കണക്ഷൻ ആദ്യം കണ്ടുപിടിക്കുക. നമ്മൾ ആദ്യം സീക്വൻസ് എഴുതി 3 6 10. ഈ ഒരു സീക്വൻസിൽ നെക്സ്റ്റ് വരുന്ന ഒരു 2 നമ്പേഴ്സ് കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഡ്യൂട്ടി. നെക്സ്റ്റ് 3 നമ്പേഴ്സ്. ഓക്കെ, ആദ്യം ഇവർ തമ്മിലെ കണക്ഷൻ ഞാൻ സിമ്പിളി എന്ത് ചെയ്തു? 6 3 കുറച്ചപ്പം എനിക്ക് എന്ത് കിട്ടി? 6 - 3 ചെയ്തപ്പോൾ എനിക്ക് ഇവിടെ 3 കിട്ടി. ഞാൻ 10 6 കുറച്ചപ്പം 10 - 6 ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? 4. സോ നമുക്കിത് എന്തോ ഒരു ടൈപ്പിംഗ് അല്ലേ, 1 2 3 4 ഇങ്ങനെ കൂടി 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 പോകുന്ന പോലെ തോന്നുന്നല്ലേ. സോ നമുക്ക് എന്ത് കിട്ടണം? നെക്സ്റ്റ് നമ്പർ 5 കിട്ടണം. 5 കിട്ടണമെങ്കിൽ ഈ നമ്പറിൽ നിന്ന് 10 കുറച്ചാൽ 5 കിട്ടണം. അപ്പോൾ നമ്മൾ 15 10 കുറച്ചാലേ നമുക്ക് 5 കിട്ടുക. സോ ഈ നമ്പർ എന്തായിരിക്കും? 15. അല്ലെങ്കിൽ എന്ത് ചെയ്താൽ മതി? 10ന്റെ കൂടെ എത്ര നമ്പർ കൂട്ടിയാൽ, ഇങ്ങോട്ട് കൂട്ടുമ്പോഴാണ് 15 കിട്ടുക, ഇങ്ങോട്ട് എന്താണ് കുറക്കുമ്പോഴാണ് കിട്ടുക. സോ നമുക്കിനി അടുത്ത് എന്തായിരിക്കും? 15ന്റെ കൂടെ 6 കൂട്ടിയാൽ ഏത് നമ്പറാണ് കിട്ടാൻ നോക്കണം. എത്രയായിരിക്കും? 21. ഇനി അടുത്ത് എന്തായിരിക്കണം? 21ന്റെ കൂടെ 7 കൂട്ടിയാൽ എത്ര കിട്ടും? 28. നമുക്ക് ഇങ്ങനെ നോക്കാം കേട്ടോ. നമ്മൾ നേരെ ചെറിയ നമ്പറിലേക്ക് പോകുമ്പം, അതായത് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പം 21 - 15 ആ രീതിയിൽ നോക്കുക, അല്ലെങ്കിൽ 28 - 7 നോക്കുക. റൈറ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കൂട്ടി കൂട്ടി പോവുക, ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ കുറച്ച് കുറച്ച് പോവുക. ഓക്കെ, സോ നമുക്ക് കിട്ടിയല്ലേ സീക്വൻസ്? എന്ത് കിട്ടി? 6 10 15 21 28. സോ നിങ്ങളുടെ ഡ്യൂട്ടി ഒരു സീക്വൻസ് എഴുതാൻ പറഞ്ഞില്ലെങ്കിൽ ഫസ്റ്റ് അവർ തമ്മിലുള്ള കണക്ഷൻ എന്താണെന്ന് കണ്ടുപിടിക്കുക, എന്നിട്ട് സീക്വൻസ് എഴുതുക. ഓക്കെ, ഇത്രത്തോളം മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്തത് നെക്സ്റ്റ്. ഓക്കെ, ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ക്വസ്റ്റ്യൻ ആണ്.